നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആവശ്യം കഴിഞ്ഞ് എടുത്തു കളയുന്ന ഉള്ളിത്തൊലിക്കും പഴത്തൊലിക്കും ഇപ്പോൾ വൻ ഡിമാൻഡാണ്. കൊടുത്താലും വില കിട്ടുന്ന ഒരവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഡിമാൻഡ് വർദ്ധിക്കാനുണ്ടായ കാരണം, ഇതിൻ്റെ ഉപയോഗങ്ങൾ, അതൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഉള്ളിത്തോലും പഴത്തൊലിയും കളയണ്ട, മാലിന്യ സംസ്കരണത്തിനൊപ്പം വീട്ടിലുണ്ടാക്കാം മികച്ച വിളവ്. അടുക്കള മാലിന്യം ഉപയോഗിച്ച് വളരെ കുറഞ്ഞ ചെലവിൽ പലതരം വളങ്ങൾ ഉണ്ടാക്കാം. പച്ചക്കറികളും പഴച്ചെടികളും വളരാനും പൂക്കാനും കായ്ക്കാനും കീടങ്ങളെ നിയന്ത്രിക്കാനുമൊക്കെ സഹായകമാകുന്നതും എളുപ്പത്തിൽ ഉണ്ടാക്കാനാകുന്നതുമായ കുറച്ച് വളങ്ങൾ പരിചയപ്പെടാം. ഉള്ളിത്തോൽ. വലിയ ഉള്ളി, അതായത് സവാളയുടെയും ചെറിയ ഉള്ളിയുടെയും തോൽ ഉപയോഗിച്ച് കിടിലനൊരു വളമുണ്ടാക്കാം. കുറച്ച് ദിവസത്തെ ഉള്ളിത്തോൽ ശേഖരിച്ച് ഒരു പാത്രത്തിലിട്ട് അത് മൂടുന്ന വിധം വെള്ളമൊഴിക്കുക. വായു കടക്കാത്ത വിധം 5 ദിവസം അടച്ചു വെക്കുക. ദിവസവും ഒരു തവണ തുറന്ന് വീണ്ടും അടച്ചു വെക്കുന്നത് നല്ലതാണ്. കുതിർന്ന ഉള്ളിത്തോൽ കൈകൊണ്ട് പിഴിഞ്ഞ ശേഷം വെള്ളം അരിച്ചെടുക്കുക. 4 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് സ്പ്രെയർ ഉപയോഗിച്ച് ചെടികളുടെ ഇലകളിൽ തളിക്കാം. ഇനി കൂടുതലുണ്ടെങ്കിൽ ഉള്ളിത്തോൽ ഉണക്കി മിക്സിയിലിട്ട് പൊടിച്ച് ചെടിയുടെ ചുവട്ടിൽ ഇടാം. ഒരു ചെടിക്ക് 2 സ്പൂൺ മതി. പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇരുമ്പ് എന്നിവയടങ്ങിയ ഉള്ളിത്തോൽ വളർച്ചയ്ക്കും പൂക്കാനും സഹായകമാണ്. പഴത്തൊലി. നേന്ത്രപ്പഴത്തിൻ്റെയും ചെറുപഴങ്ങളുടെയും തൊലി ചെറു കഷണങ്ങളാക്കി മുറിച്ച് വായു കടക്കാത്ത അടപ്പുള്ള ഒരു പാത്രത്തിലിടുക. തൊലികൾ മൂടുന്ന വിധം വെള്ളമൊഴിക്കുക. 5 ദിവസം അടച്ചു വെക്കുക. തുടർന്ന് വെള്ളം അരിച്ചെടുത്ത് 4 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് സ്പ്രെയർ ഉപയോഗിച്ച് ഇലകളിൽ തളിക്കാം. 2 ഇരട്ടി വെള്ളം ചേർത്ത് ചെടിയുടെ ചൂട്ടിലും ഒഴിക്കാം. പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവയടങ്ങിയ പഴത്തൊലി കൊണ്ടുള്ള വളം പൂക്കാനും വളരാനും സഹായിക്കും. ചായച്ചണ്ടി, കാപ്പിമട്ട്. ചായച്ചണ്ടിയും കാപ്പിമട്ടും നല്ലൊരു വളമാക്കാം. പഞ്ചസാര ഒഴിവാക്കാനായി ചായച്ചണ്ടി അരിപ്പയിലിട്ട് കഴുകണം. തുടർന്ന് ചായച്ചണ്ടി ഉണക്കി ചെടിയുടെ ചൂട്ടിലിടാം. പൊട്ടാസ്യം, ഫോസ്ഫറസ്, നൈട്രജൻ എന്നിവ ഇതിലടങ്ങിയിട്ടുണ്ട്. കാപ്പിമട്ടും കഴുകി ഉണക്കി ഇങ്ങനെ ഉപയോഗിക്കാം. പൊട്ടാഷ് കൂടുതലടങ്ങിയ കാപ്പിമട്ട് ചെടിയുടെ പൂക്കൽ വേഗത്തിലാക്കും. കാന്താരി ഗോമൂത്രം കീടനാശിനി. 4-5 കാന്താരി മുളകോ അതല്ലെങ്കിൽ പച്ചമുളകോ അരച്ചെടുക്കുക. 1 കപ്പ് ഗോമൂത്രത്തിൽ ഇത് ചേർത്ത് അരിച്ചെടുക്കണം. 3 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഇലകളിൽ സ്പ്രേ ചെയ്യുക. വെള്ളീച്ച ഉൾപ്പെടെയുള്ള കീടങ്ങളെ ഇതകറ്റും. ജൈവ സ്ലറി. 1 കിലോ പച്ചച്ചാണകം, 1 കിലോ വീതം വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, 1/2 കിലോ വെല്ലം, അല്പം ശീമക്കൊന്ന എന്നിവ വലിയ ബക്കറ്റിലോ ഡ്രമ്മിലോ ഇടുക. ഇവ മൂടുന്ന വിധം വെള്ളമൊഴിക്കുക. നന്നായി ഇളക്കി ചേർക്കുക. 7 ദിവസം മൂടി വെക്കണം. അതിനിടെ ദിവസവും ഒരു തവണ തുറന്ന് ഒരേ ദിശയിൽ ഇളക്കുക. 7 ദിവസത്തിന് ശേഷം 5 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒരു ചെടിക്ക് 1-2 കപ്പ് മതിയാകും ഒഴിക്കണം. NPK മൂലകങ്ങളടങ്ങിയ ഈ ജൈവ സ്ലറി ചെടികളുടെ വളർച്ച വേഗത്തിലാക്കും. സൂക്ഷിച്ചാൽ കൂടുതൽ കാലം ഉപയോഗിക്കാം. ഫിഷ് അമിനോ ആസിഡ്. 1 കിലോ മത്തിയും 1 കിലോ വെല്ലവുമാണ് ഇതിന് വേണ്ടത്. ഒരേ അനുപാതത്തിൽ കുറഞ്ഞതോ കൂടിയതോ ആയ അളവിലും എടുക്കാം. മത്തി ചെറു കഷണങ്ങളാക്കിയും വെല്ലം പൊടിച്ചും അടുപ്പുള്ള ഒരു പാത്രത്തിൽ 45 ദിവസം അധികം വെയിൽ തട്ടാത്ത സ്ഥലത്ത് വയ്ക്കണം. ആഴ്ചയിലൊരിക്കൽ ഇളക്കണം. 1.5 മാസം കൊണ്ട് കുഴമ്പ് രൂപത്തിലാകും. ഇത് അരിച്ചെടുത്ത് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഇലകളിൽ സ്പ്രേ ചെയ്യാം. അളവൊട്ടും കൂടരുത്. 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ചുവട്ടിലും ഒഴിക്കാം. ചെടികൾ തഴച്ച് വളരാനും കായ്ക്കാനും സഹായിക്കും. മുട്ട അമിനോ ആസിഡ്. നാടൻ മുട്ട, ചെറുനാരങ്ങ, വെല്ലം എന്നിവയാണ് ഇതിന് വേണ്ടത്. ഒരു മുട്ട വിസ്താരം കുറഞ്ഞ കുപ്പിയിലിടുക. മുട്ട മുങ്ങുന്ന വിധം കുരുവില്ലാതെ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. 20 ദിവസം വെയിലില്ലാത്ത സ്ഥലത്ത് മൂടി വയ്ക്കുക. തുറന്ന് ഒരു മുട്ടയ്ക്ക് 25 ഗ്രാം വെല്ലം പൊടിച്ച് കുപ്പിയിലിടുക. 10 ദിവസം കൂടി മൂടി വച്ചാൽ കുഴമ്പ് രൂപത്തിലുള്ള മുട്ട അമിനോ ആസിഡായി. ഇത് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലകളിൽ സ്പ്രേ ചെയ്യാം. പൂക്കാറായ ചെടികൾക്കാണ് ഇത് തളിക്കേണ്ടത്. കൂടുതൽ പൂക്കൾ ഉണ്ടാകാനും കായ്ക്കാനും സഹായിക്കും. ചുരുങ്ങിയ ചെലവിൽ വീട്ടുകൃഷി. വീട്ടുകൃഷിയെ പല വിധത്തിൽ സഹായിക്കുന്നതാണ് വീട്ടിൽ നിന്നുണ്ടാക്കുന്ന വളങ്ങൾ. ചുരുങ്ങിയ ചെലവിൽ ഇത്തരം വളങ്ങൾ ഉണ്ടാക്കാമെന്നതാണ് പ്രധാന മെച്ചം. പുളിച്ച വസ്തുക്കളിൽ നിന്നുള്ള സൂക്ഷ്മജീവികൾ അപകടകാരികളായ കീടങ്ങളെ അകറ്റാനും രോഗപ്രതിരോധത്തിനും ഉപകരിക്കും. മണ്ണിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കാനും ഇത്തരം സൂക്ഷ്മജീവികൾ സഹായിക്കും. വളരാനും പൂക്കാനും കായ്ക്കാനുമൊക്കെ സഹായകമായ മൂലകങ്ങൾ അടങ്ങിയ വളങ്ങൾ തീരെ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കാം. കൂടാതെ മാലിന്യ സംസ്കരണത്തിനും ഇത് വലിയ സംഭാവന നൽകുന്നു. ഇനി അടുക്കളയിൽ നിന്ന് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ വളങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്.
നമുക്ക് വളത്തിനൊക്കെ വലിയ വിലയാണ്. അപ്പോൾ ഇങ്ങനെ വളങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്നതാണ്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.